അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാംസ്കാരിക കേരളത്തിൻ്റെ നെറുകയിൽ സർഗ വസന്തത്തിൻ്റെ അലയൊലികൾ ആസ്വദിച്ചുകൊണ്ട് SSF സംസ്ഥാന സാഹിത്യോത്സവ് 2024 ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് ആട്ടിടയൻ്റെ പ്രയാണം. എല്ലാ പ്രവാചകന്മാരും ചരിത്രത്തിൽ ആട്ടിടയന്മാരായിട്ടുണ്ട്. ആട്ടിൻപറ്റത്തെ മേച്ചാണവർ സമൂഹത്തെ സൽവരിയിലാക്കാൻ പരിശീലിച്ചത്. അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആടുകളെ മേച്ചിട്ടുണ്ട്. ഇതാ ഒരു ആട്ടിടയന്റെ മനോഹരമായ സംഭവത്തിലേക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉറ്റ ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു വലിയ മലഞ്ചെരിവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വരികിൽ അല്പം അകലെ വലിയ ഒരു ആട്ടിൻകൂട്ടത്തെയും അവയെ മേയ്ക്കുന്ന ആട്ടിടയനെയും അവർ കണ്ടു. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന മുത്തുനബി തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നല്ല ദാഹമുണ്ടായിരുന്നു. ആട്ടിടയൻ അരികിലെത്തിയതു. ഈ ആടുകളിൽ നിന്നും കുടിക്കാൻ അല്പം പാൽ നൽകുമോ എന്ന് ഇരുവരും ചോദിച്ചു. അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, ഞാൻ വിശ്വസ്തനായ ഒരു ഇടയനാണ്. എൻ്റെ യജമാന്റെ സമ്മതമില്ലാതെ ഈ ആടുകളിൽ നിന്നും എനിക്ക് പാൽ നൽകാനാവില്ല. ഉഖബത്ത് ബിനു അബീ മുഅദിന്റെ ആട്ടിൻകൂട്ടങ്ങളായിരുന്നു അത്. ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൂട്ടത്തിൽ പ്രസവിക്കാത്തതോ കറവ പറ്റിയതോ ആയ ആടുകളുണ്ടോ? അതേ, ഉണ്ട്. ഇടയൻ ആട്ടിൻപറ്റത്തിൽ നിന്നും കറവ പറ്റിയ 1-2 കാട്ടിക്കൊടുത്തു. മുത്തുനബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ നിന്നും ഒരാട്ടിനെ പിടിച്ചു. ശേഷം അള്ളാഹുവിന്റെ നാമം ഉരുവിട്ട് അതിൻ്റെ അകട്ടിൽ തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ ആട്ടിടയൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ അത്ഭുതം, അത്യത്ഭുതം! പറ്റിക്കിടന്ന ആട്ടിൻ്റെ അകട് മറ്റുള്ളതിനേക്കാൾ ഭംഗിയായി നിറഞ്ഞു നിൽക്കുന്നു. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പാത്രത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാൽ കറന്നെടുത്തു. രണ്ടുപേരും മതി വരുവോളം കുടിക്കുകയും ബാക്കി ആട്ടിടയന് കുടിക്കാൻ നൽകുകയും ചെയ്തു. അപ്പോൾ ആട്ടിടയന്റെ മനസ്സിലേക്ക് മുത്തുനബിയോടുള്ള അതിരുകളില്ലാത്ത സ്നേഹം, അത് തീരത്തെ ചുംബിക്കുന്ന തിരമാലകളെ പോലെ ആട്ടിടയന്റെ മനസ്സിലേക്ക് വാരിപ്പുണർന്നപ്പോൾ ഏറെ ആശ്ചര്യത്തോടെ ആട്ടിടയൻ അത് വാങ്ങിക്കുടിച്ചു. മുത്തുനബി ഉരുവിട്ട ദിവ്യവചനങ്ങളും അതിനുശേഷമുണ്ടായ ഈ അത്യത്ഭുതവും ആട്ടിടയന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. മുത്തുനബിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഉരുവിട്ട ആ മനോഹരമായ വചനങ്ങൾ എനിക്കും ഒന്ന് പഠിപ്പിച്ചു തരുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ തല തടവോടുകയും ദുആ ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ ഈ സംഭവം ആട്ടിടയനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തിച്ചു. ആട്ടിൻകൂട്ടത്തിങ്ങളെ ഏറ്റവും മേയിച്ചുകൊണ്ട് നടന്ന ആട്ടിടയൻ ആരെന്നറിയണ്ടേ? അതെ, പിൻകാലത്ത് സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രമുഖ പണ്ഡിതൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പുവാഹകനും രഹസ്യ സൂക്ഷിപ്പുകാരന് തുടങ്ങി നിരവധി വിശേഷണങ്ങൾക്ക് ഉടമയായി തീർന്ന മഹാനരായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിലൂടെ എന്താണ് വായിച്ചെടുക്കാൻ സാധിച്ചത്? മുത്തുനബിയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ട് സ്വഹാബിയായി മാറിയ ആട്ടിടയന്റെ പ്രയാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ആ മുത്തുനബിയോട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് എൻ്റെ കൊച്ചു കഥ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.